രാഷ്ട്രത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനം കടന്നുപോയി. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും ഭരണാധികാരികൾ ചില പുതിയ വാഗ്ദാനങ്ങൾ, ജനോപകാരപ്രദമാകുന്ന വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. അത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും പുതിയ പുതിയ വാഗ്ദാനങ്ങൾ, പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ ജനോപകാരപ്രദമായ കാര്യങ്ങളെല്ലാം വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്രാവശ്യവും അതിന് കുറവൊന്നുമില്ല. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമായി നിലനിൽക്കുന്ന കാർഷിക രംഗം, കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റു തൊഴിൽ മേഖലകൾ, യുവജനങ്ങള്, വിദ്യാർത്ഥികള്, സ്ത്രീകള്, അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയങ്കരമായ അല്ലെങ്കിൽ സംഘങ്ങൾ നിലനിൽക്കുന്ന വയോജന മേഖലകൾ, വൃദ്ധ സദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം ക്രിയാത്മകമായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ വിമർശനപരമായി അധികാരിവർഗവും ഭരണാധികാരികളും അതോടൊപ്പം തന്നെ ഭരണത്തിൽ കയറിപ്പറ്റുന്നതിന് വെമ്പല് കൊണ്ട് നിൽക്കുന്ന, മോഹം കൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാര്യക്ഷമമായി സുതാര്യമായി ചിന്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ 79ാം സ്വാതന്ത്ര്യദിനം കഴിഞ്ഞുപോയ അവസരത്തിൽ പറയാനുള്ളത്. വൃദ്ധജനങ്ങൾ ഇന്ന് വയോജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് സ്വാതന്ത്ര്യദിനം കടന്നുപോയത്. മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ വയോജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അവരെ ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന പോലെ അവരെ കൈകാര്യം ചെയ്യണമെന്നല്ല, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ ജനത്തിന്റെ പുതിയ തലമുറയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പറയാൻ നിർബന്ധിതമാകുന്നത്. വീട്ടിലെ വൃദ്ധജനങ്ങളെ, മാതാപിതാക്കളെ, വൃദ്ധരായ മുത്തച്ഛന്മാരെയും മുത്തച്ഛന്മാരെയും വഴിവക്കുകളിലും പാർക്കുകളിലും കടൽത്തീരങ്ങളിലും എല്ലാം കൊണ്ടുപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലാകമാനം, പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കുന്നു. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂട്ടുവാനല്ല നാം ശ്രമിക്കേണ്ടത്, വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയ്ക്കുവാനാണ്. അനാഥാലയങ്ങളുടെ എണ്ണം കൂട്ടുവാനല്ല ശ്രമിക്കേണ്ടത്, അനാഥാലയങ്ങളുടെ എണ്ണം കുറയ്ക്കുവാനാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഭരണത്തിൽ ഇരിക്കുന്നവർക്കും പുറത്തു നിൽക്കുന്നവർക്കും ഉണ്ടാവണം. വയോജനങ്ങളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടു തള്ളുന്ന ഏർപ്പാട് അത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെയും അതിന്റെ എണ്ണം ചുരുക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. വീടുകളിലെ മുറികൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആ മുറികളിൽ വൃദ്ധജനങ്ങളെ താമസിപ്പിക്കാൻ ഒരുങ്ങാതെ അല്ലെങ്കിൽ താമസിപ്പിക്കാൻ ശ്രമിക്കാതെ അവരെയെല്ലാം വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ഇപ്പോഴൊരു പുതിയ നിയമം വരാൻ പോകുന്ന നല്ല കാര്യം.
2 മുറികളെങ്കിലുമുള്ള വീടുകളിൽ ഒരു മുറി വൃദ്ധജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീട്ടിലെ വയോജനങ്ങൾക്ക് വിട്ടു നൽകണം എന്നുള്ള ഒരു നിയമം വരാൻ പോകുന്നത്. എന്നാണ് വരാൻ പോകുന്നതിനെ കുറിച്ച് നിശ്ചയമൊന്നുമില്ല. ആ ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അതെല്ലാം സുതാര്യമായ രീതിയിൽ പരിഹരിച്ചെങ്കിൽ മാത്രമേ കർഷക തൊഴിലാളികളുടെ ജീവിത ആവശ്യങ്ങൾ, ജീവിത നിലവാരം ഉയർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ, തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഇവിടെ സ്വാതന്ത്ര്യം നേടിയത് കൊണ്ടുള്ള ഉപയോഗം, പ്രയോജനങ്ങൾ അത് ഫലവത്താവൂ എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ആരോഗ്യ മേഖലയെടുത്താൽ, വിദ്യാഭ്യാസ മേഖലയെടുത്താൽ, ആരോഗ്യ മേഖലയിൽ ഇന്ന് പ്രൈവറ്റ് ആശുപത്രികളുടെ എണ്ണം കൂടുമ്പോൾ സർക്കാർ ആശുപത്രികളിലെ ശോചനീയ അവസ്ഥയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. അതിനെല്ലാം മാറ്റമുണ്ടാവണം. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകളിൽ, സർക്കാർ വിദ്യാലയങ്ങളിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കാതെ അവിടെയെല്ലാം ആയിരക്കണക്കിന് സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. 57,717 സീറ്റുകളാണ് പ്ലസ് വണ്ണില് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അവരെല്ലാം നല്ല സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കുന്നു. അതിനൊരു മാറ്റം വരണം. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ പോകുന്നതിന് പകരം പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇന്ന് കേരളീയ ജനതയ്ക്ക് വന്നുപെട്ടിരിക്കുന്നു. അത് പണമുള്ളവരും പണമില്ലാത്തവരും സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അതല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഒരു വേണ്ടപ്പെട്ട രോഗിയെ പ്രവേശിപ്പിച്ചാൽ അവിടെ സുതാര്യമായ പരിചരണം, സുതാര്യമായ വൈദ്യസഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭിക്കുമോ എന്ന സംശയം. അതെല്ലാമാണ് ഇന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനങ്ങൾ ചേക്കേറാനുണ്ടായ സാഹചര്യം. അത് ഏറെക്കുറെയൊക്കെ ശരിയാണെങ്കിൽ തന്നെയും സർക്കാർ ആശുപത്രി പണ്ടത്തെ പോലെയല്ല. പുതിയ സർക്കാർ ആശുപത്രിയിലും അവിടുത്തെ പ്രവർത്തകരുടെയും ജീവനക്കാരുടെയും എല്ലാം സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ആ അവസരങ്ങളെല്ലാം രോഗികളും അവിടെ വേണ്ടപ്പെട്ടവരെ ഉപയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അത് മാസങ്ങളായി തുടങ്ങിയിട്ട് അവിടുത്തെ ഒരു യൂറോളജി ഡോക്ടർ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അവിടുത്തെ അശ്രദ്ധ, അവിടെ ഒരു ഉപകരണം വാങ്ങി വെച്ചിട്ട് അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, അവിടുത്തെ ദയനീയ അവസ്ഥ, അവിടെ ഓപ്പറേഷൻ മുടങ്ങുന്നു. ഇതെല്ലാം അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. വകുപ്പ് തലത്തിൽ നോക്കുമ്പോൾ അത് അച്ചടക്ക ലംഘനമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. എങ്കിലും അദ്ദേഹം അത് തുറന്നു പറയാനും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ധൈര്യപ്പെട്ടതിന് അനുമോദിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ ഡോക്ടറോടൊപ്പമാണെന്നുള്ള വസ്തുത സത്യം. ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും അതുപോലുള്ള ആ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാത്തിനും ഉപരിയായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും അത് മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയുണ്ട്: വ്യാജ വോട്ട്. വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വ്യാജമായി വോട്ടർമാരെ ചേർക്കുന്നു, കള്ളവോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല.
ഇതിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. കള്ളവോട്ട് ചേർക്കാത്ത, കള്ളവോട്ട് ചെയ്യിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യക്കകത്തില്ല. ഇത് പറയുമ്പോൾ ഒരു സത്യം തുറന്നു പറഞ്ഞ സുഖം അനുഭവിക്കുന്നു. ഞാൻ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ സജീവമാവുന്നത് 1977 അന്ന് പോളിംഗിന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടുന്ന ദിവസത്തിന്റെ തലേ ദിവസം രാത്രി വോട്ട് ചെയ്യുമ്പോൾ അത് ചൂണ്ടുവിരൽ അടയാളപ്പെടുത്തുന്ന മഷി അടിക്കുന്നതിനുള്ള മരുന്ന് തലേ ദിവസം രാത്രി തന്നെ അതാത് ബൂത്തുകളിൽ എത്തിച്ച ഒരു സാഹചര്യമുണ്ട്. അന്നാണ് കള്ളവോട്ടിന്റെ വ്യാപ്തിയെക്കുറിച്ചും കള്ളവോട്ടിന്റെ ആവശ്യകതയെക്കുറിച്ചും കള്ളവോട്ട് നടക്കുന്നു എന്നതിന്റെ വസ്തുതയെക്കുറിച്ച് മനസ്സിലാക്കിയത്. അന്നെനിക്ക് പ്രായം വളരെ കുറവാണ്. അന്ന് 21 വയസ്സ് തികയുന്നേ ഉള്ളൂ. വോട്ടവകാശം ലഭിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ഈ കള്ളവോട്ടിന്റെ വ്യാപ്തി തിരിച്ചറിയുന്നത്. അത് ഇന്ന് വരെ തുടരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ഘട്ടത്തിൽ AK ആന്റണി തുറന്നു പറഞ്ഞു, കോൺഗ്രസുകാരെ കള്ളവോട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് ഇടതുപക്ഷ മുന്നണിയാണെന്ന്. എത്രയോ സത്യമായിരുന്നു അത്. കാരണം ആന്റണി കോൺഗ്രസ് ഒരിക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴാണ് കോൺഗ്രസുകാരെ കള്ളവോട്ട് ചെയ്യുന്ന രീതി പരിശീലിപ്പിച്ചത്. അതുകൊണ്ടാണ് AK ആന്റണി പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയപ്പോൾ അത് തുറന്നു പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ കള്ളവോട്ട് തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലാകമാനം, ഒരു പക്ഷേ ഇന്ത്യയിലാകമാനം വടക്കൻ സംസ്ഥാനങ്ങളിൽ ട്രക്കുകളിലാണ് ഒരു ഗ്രാമപ്രദേശത്തെ വോട്ടർമാരെ കൊണ്ടുവന്ന് അവിടുത്തെ ജമീന്ദാരുടെ ഗുണ്ടകൾ അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടുവന്ന് അവർ ജമീന്ദാർ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജന്മി പറയുന്നവർക്ക് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അത്രത്തോളം രൂക്ഷമല്ല കേരളത്തിൽ കള്ളവോട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. അത് അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ അദ്ദേഹം മത്സരിച്ച് ജയിച്ച ട്രയങ്കിൾ പാർലമെന്റിൽ ഇന്ന് ആറ്റിങ്ങൽ പാർലമെന്റിലും കള്ളവോട്ട് നടന്നിട്ടുണ്ട്. അതൊക്കെ സർവ്വസാധാരണമായി നടന്നു വരുന്ന അല്ലെങ്കിൽ പൂർവാധികം ഭംഗിയായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അതിലാരും പിന്നോട്ടല്ല. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ സ്ഥാനാർത്ഥികളുടെ ആൾക്കാരും കള്ളവോട്ട് ചെയ്യുന്നുണ്ട്. ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റന്മാര് കള്ളവോട്ട് ചെയ്യാൻ വരുമ്പോൾ കണ്ണടച്ചു കൊടുക്കുന്നുണ്ട്. അതില് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തൃശ്ശൂരിൽ മാത്രമല്ല കള്ളവോട്ട് നടന്നത്, കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും കള്ളവോട്ട് നടന്നിട്ടുണ്ട്. അതിൽ എണ്ണത്തിന് കൂടുതലും കുറവും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ മാത്രമേ പ്രത്യേകം എടുത്ത് പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്രാവശ്യം ഇറങ്ങിയ ഭാഷാഘോഷണിക്കകത്ത് ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഇപ്പൊ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അത് കൊല്ലം ജില്ലയിലെ പട്ടത്തുവിള എന്ന് പറയുന്ന ഒരു വീടുണ്ട്, തറവാട്. ആ തറവാട്ടില് വളരെ പുറത്ത് അറിയപ്പെട്ട ഒരാളാണ് പട്ടത്തുവിള കരുണാകരൻ. ഈ പട്ടത്തുവിള കുടുംബം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, പ്രത്യേകിച്ച് അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിനു മുമ്പ് അത് അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ, നേതാക്കന്മാരെ എല്ലാം വളരെയധികം സഹായിച്ചിട്ടുള്ള, സാമ്പത്തികമായി പ്രത്യേകിച്ചും സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് പട്ടത്തുവിള കുടുംബം. ആ കുടുംബത്തിലുള്ള ആളാണ് പട്ടത്തുവിള കരുണാകരൻ. ഇത് എടുത്തു പറയാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്, പഴവിള രമേശന്റെ ഒരു ലേഖനം ഇതിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ പഴവിള രമേശന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ ആ ലോഡ്ജിൽ
ആരോ കൊട്ടി വിളിച്ചു. കത്ത് തുറന്നപ്പോൾ മെലിഞ്ഞ ഒരു പയ്യൻ ഒരു കത്ത് നീട്ടുന്നു. ആ കത്ത് വായിച്ചു നോക്കിയപ്പോൾ ആ കത്ത് കൊടുത്തയച്ചേക്കുന്നത് പട്ടത്തുള്ള കരുണാകരനാണ്. അതിൽ പറയുന്നത് ഈ വരുന്ന പയ്യന് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്ന കാശ് നിങ്ങൾ കൊടുക്കണമെന്നാണ്. അപ്പോഴുണ്ടായിരുന്ന 25 രൂപ പഴവിള രമേശൻ ഈ പയ്യന് കൊടുത്തു. ആ പയ്യൻ ആരെന്നൊന്നും ആ കത്തിൽ പറഞ്ഞിട്ടില്ല. ആ പയ്യൻ ആരാണെന്ന് നിങ്ങൾ ആരാണെന്ന് പഴവിള രമേശൻ ചോദിച്ചതുമില്ല. പഴവിള രമേശൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്, ചോദിച്ചതുമില്ല. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിൽ ആ പയ്യന്റെ ഫോട്ടോ കിടക്കുന്നു. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട വർഗീസായിരുന്നു ആ പയ്യൻ. ആ പഴവിള രമേശന്റെ ലേഖനത്തിലാണ് അതുള്ളത്. അപ്പോൾ അത്രത്തോളം ഈ പട്ടത്തുള്ള കരുണാകരൻ അവസാന കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ സ്വഭാവത്തിലേക്ക് മാറിയെന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അവസാനമായി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്, പത്രത്തിന്റെ മാധ്യമ രംഗത്തെ മൂല്യത്തെക്കുറിച്ചാണ്. മാധ്യമ രംഗത്തെക്കുറിച്ചുള്ള പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പത്ര സ്വാതന്ത്ര്യത്തിന്റെ 151-ാം സ്ഥാനത്താണ് ഇന്ത്യയിലെ പത്രങ്ങൾ. മറ്റ് 150 രാഷ്ട്രങ്ങളും കഴിഞ്ഞിട്ടാണ് 151-ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയിലെ പത്രങ്ങളുടെ സ്ഥാനം. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ 4ാമത്തെ തൂണാണ് മാധ്യമം. ഈ മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ എല്ലാം പൂർണ്ണമായി ശരിയല്ല. ഒരു 60% കൂടുതൽ മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ ശരിയല്ല, പലതും കളവാണ്. എങ്കിലും മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. പല മാധ്യമങ്ങളും ചില പ്രത്യേക താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കോർപ്പറേറ്റുകളുടെ കൊണ്ടുകയറ്റം, കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാണ് ഇന്ന് പലതും നിയന്ത്രിക്കുന്നത്. പല കാര്യങ്ങളും അവരുടെ നിയന്ത്രണത്തിലാണ്. അതിനൊന്നും പെട്ടെന്നൊന്നും മാറ്റം വരുത്താൻ ആരും വിചാരിച്ചാലും കഴിയാത്തൊരു സാഹചര്യം കേരളത്തിലും ഇന്ത്യയിലും നിലവിലുണ്ട്. കോർപ്പറേറ്റുകളുടെ നിയന്ത്രണം പല മേഖലകളിലും, അതിൽ ആ കോർപ്പറേറ്റുകളുടെ സ്വാധീനം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറി കഴിഞ്ഞു. പല നേതാക്കന്മാരും കോർപ്പറേറ്റുകളുടെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ്. അവർ കൊടുക്കുന്ന സുഖ സൗകര്യങ്ങൾ, അവർ കൊടുക്കുന്ന ശീതള ഛായയിലാണ് ഇന്ന് പല നേതാക്കന്മാരും ജീവിക്കുന്നത്. അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ജീവിക്കുന്നത്. പലർക്കും കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് രഹസ്യ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് ഇന്ന് പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ 79-ാം സ്വാതന്ത്ര്യം കടന്നു പോകുന്നത്. ഇനി അങ്ങോട്ട് പുതിയ നിയോഗങ്ങള്, പുതിയ സംഭവ വികാസങ്ങള്, ശത്രുക്കള് പുറത്ത് മാത്രമല്ല അകത്തും ഉണ്ടെന്നുള്ള വസ്തുത നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ഭരണരംഗത്തു നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നെല്ലാം അപ്പോഴപ്പോൾ സജീവമായി തന്നെ സുതാര്യമായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്രയും നല്ല കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.